നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് ആദ്യം തന്നെ കൊടുക്കേണ്ടതും പരിശുദ്ധ പ്രവാചകരോടുള്ള മഹബ്ബത്താണ്. അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്. ഒരു കുട്ടി വകതിരിവ് എത്തിക്കഴിയുമ്പോൾ ആദ്യമായിട്ട് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണ്? ഫത്ഹുൽ മുഈൻ എന്ന് മറിച്ചു നോക്കണം. കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്, ഷാഫി മദ്ഹബിലെ പ്രബലമായ ഗ്രന്ഥം. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, മാതാപിതാക്കളുടെ മേൽ നിർബന്ധമായ കടമ എന്ന് പറയുന്നത് മക്കൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള മഹബ്ബത്ത് ഹൃദയത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കലാണ്. അതിനാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോ പരിശുദ്ധ പ്രവാചകരെ കുറിച്ചുള്ളതാകുന്ന സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്, ചെറിയ മക്കളെ കൊണ്ട് പ്രസംഗം പഠിപ്പിക്കപ്പെടുന്നത്, നബിതങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത്, അത് മക്കളെ ഏറ്റു പഠിക്കുന്നത്, അത് സമൂഹത്തിന്റെ മുന്നിൽ അവർ പറയുന്നത്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്, അവർ പ്രവാചകരെ മദ്ഹ് ചെയ്തുകൊണ്ട് ഹൃദയത്തിലേക്ക് പ്രവാചക പ്രേമം അവർക്ക് ഇട്ടുകൊടുക്കുകയാണ്. അല്ലിമു ഔലാദക്കും മഹബ്ബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് പരിശുദ്ധ പ്രവാചകരോടുള്ള മഹബ്ബത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കൾക്ക് അത് ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഒരു വേള ചിന്തിക്കും. നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവുണ്ടോ? ഒന്ന് ചിന്തിക്കണേ, ഒന്ന് ചിന്തിക്കണേ. തമീമ ഗോത്രത്തിലേക്കുള്ളതാകുന്ന ഒരു തലവനെ അന്വേഷിച്ചുകൊണ്ട് റസൂലുള്ളാഹ് ഒരു പറ്റം സ്വഹാബത്തുമായി ചർച്ച ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോൾ സ്വഹാബത്തിൽ ചിലരുടെ ശബ്ദമൊന്നു കൂടിപ്പോയി. സുബ്ഹാനല്ലാഹ്, നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. തമീം എന്ന് പറയുന്ന പ്രസിദ്ധമാക്കപ്പെട്ട ഒരു ഗോത്രത്തിലേക്കുള്ള തലവനെ അന്വേഷിക്കുകയാണ്. ആരാകും തലവൻ? ആരെയാക്കണം റഈസ്? ആരെയാകണം തലവനായി നിശ്ചയിക്കേണ്ടത്? റസൂലുള്ളാഹിയുടെ മധ്യസ്ഥതയിൽ യോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുണ്ട്, അലിയാർ തങ്ങളടക്കമുള്ളതാകുന്ന സച്ചരിതരാകുന്ന സ്വഹാബത്തിന്റെ നീണ്ട നിരക്കിടയിൽ ആരുടെയൊക്കെയോ ശബ്ദമൊന്ന് അല്പമൊന്ന് ഉയർന്നു പോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തേക്കാൾ അല്പമൊന്ന് ഉയർന്നു പോയപ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ആയത്ത് ഓതി കൊടുക്കുകയാണ്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, മുഅ്മിനത്തേ, അല്ലാഹുവിനെ റസൂലിനെ ഇഷ്ടം വെച്ചത് നമ്മളെക്കാൾ കൂടുതൽ അല്ലാഹുവാണെന്നറിയണേ. കാരണം ഹബീബായ നബി തങ്ങളുടെ ഹൃദയത്തിലേക്ക് എന്തെങ്കിലും ഒരു വിഷമം കടന്നു വന്നാൽ, പ്രവാചകന്റെ ഹൃദയത്തിൽ ഒരു നോവ് കടന്നു വന്നാൽ അത് അല്ലാഹുവിനെ സഹിക്കില്ല. ഖുർആനിൽ എത്രയോ ആയത്തുകൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇറക്കിക്കൊണ്ട് സാന്ത്വനത്തിന്റെ വചനം അല്ലാഹു ഓതുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഒന്ന് മറിച്ചു നോക്കണേ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم.
പരിശുദ്ധമായ ഖുർആനിക വചനം ഇറങ്ങിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പാകെ ഓതുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഓതിയത് അല്ലാഹുവിന്റെ റസൂൽ ആ സദസ്സ് മുമ്പാകെ ഓതി കൊടുക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇനി കാലാകാലം കടന്നു വരുന്നതാകുന്ന മുഅ്മിനീങ്ങളോടുള്ളതാകുന്ന ബാധ്യതയാണ്, കടപ്പാടാണ്, കടമയാണ്, കർത്തവ്യമാണ്, അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദം ഒരിക്കലും ഉയരാൻ പാടില്ല. ഫൗഖ സൗതിൻ നബി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. എന്തേ കാരണമെന്നറിയുമോ? നിങ്ങളുടെ ശബ്ദം അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ശബ്ദം അങ്ങനെ ഉയർന്നാൽ അറിവില്ലാത്തതിന്റെ പേരിൽ കജഹിരി ബഅലികും ലിബഅലിൽ, നിങ്ങളിൽ ചിലർ മറ്റു ചിലരോട് സാധാരണതയിൽ സംഭാഷണം നടത്തുന്നത് പോലെ, സാധാരണ മീറ്റിംഗ് കൂടുന്നത് പോലെ, ഹബീബായ നബി തങ്ങൾ ഇരിക്കുന്നതാകുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് ശബ്ദമുയർത്തരുതേ, ശബ്ദമുയർത്തരുതേ. ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. എന്തേ കാരണം? അന്തഹ്ബതു അഅമാലുക്കും, നിങ്ങളിതാ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതാകുന്ന ഏതെല്ലാം അമലുകളുണ്ടോ, പരിശുദ്ധമാകുന്ന മക്കയിൽ പോയി പരിശുദ്ധ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തതാകുന്ന പ്രാർത്ഥനകൾ, നിങ്ങൾ കഅബയെ തവാഫ് ചെയ്തത്, നിങ്ങൾ മുസ്ദലിഫയിലും മിനയിലും രാപാർത്തത്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധമായ കഅബയിൽ പോയിക്കൊണ്ട് തവാഫ് ചെയ്തത്, സഫാ മറുപടിയിൽ സഅയ് ചെയ്തത്, നിങ്ങൾ നമസ്കരിച്ചത്, നിങ്ങൾ നോമ്പ് പിടിച്ചത്, നിങ്ങൾ സകാത്ത് കൊടുത്തത്, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കണ്ണീരൊപ്പിയത്, നിങ്ങൾ നിരാലംബർക്ക് അവലംബമായത്, നിങ്ങൾ നിരാശ്രയർക്ക് ആശ്രയതരായത്, നിങ്ങൾ കോടാനു 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 കോടി സമ്പത്ത് കൊണ്ടുപോയി പാവപ്പെട്ടവർക്ക് കൊടുത്തത്, എത്ര വലിയ സദഖ ചെയ്തവനായിരുന്നാലും, എത്ര പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയച്ചവനായിരുന്നാലും, ഭീമാപള്ളിയുടെ പരിസരത്തുള്ള എത്ര പാവങ്ങൾക്ക് ഉടുതുണിയില്ലാതെ കഴിയുന്നവർക്ക് മറുതുണി കൊടുത്തവനായിരുന്നാലും, എത്രയെത്ര വിഷമിക്കുന്നവർക്ക്, പട്ടിണി പടക്കുന്നവർക്ക് അവരുടെ ദാരിദ്ര്യം മാറ്റാനുള്ള സാമ്പത്തികമാകുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും കൊടുത്തവനായിരുന്നാലും, നിങ്ങളുടെ അമലുകൾ മുഴുവനും പൊളിയുമേ, പൊളിഞ്ഞു പോകുമേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിങ്ങളൊന്ന് ശബ്ദമുയർത്തി സംസാരിച്ചാലെന്ന് വിശുദ്ധ ഖുർആൻ. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. റസൂലുള്ളാഹിയെ അടിച്ചിട്ടില്ല, റസൂലുള്ളാഹിയെ ശകാരിച്ചിട്ടില്ല, റസൂലുള്ളാഹിയെ ചീത്ത വിളിച്ചിട്ടില്ല, റസൂലുള്ളാഹിയാകുന്ന പോയ വഴിയിൽ കല്ല് മുള്ളുകൾ ഇട്ടിട്ടില്ല, അല്ലാഹുവിന്റെ റസൂലിൻ്റെതാകുന്ന പല്ല് പൊട്ടിക്കാൻ വേണ്ടി നിലകൊണ്ടിട്ടില്ല, ഹബീബായ നബി തങ്ങളുടെ നെറ്റിത്തടം പൊട്ടിക്കുകയോ അവിടുത്തോട് യുദ്ധം പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് റസൂലുള്ളാഹിയോടൊപ്പം ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഒരൽപ്പം ശബ്ദമൊന്ന് റസൂലുള്ളാഹിയേക്കാൾ, ആ ടീമിന്റെ ക്യാപ്റ്റനേക്കാൾ ഒരൽപ്പം ഒന്ന് ഉയർത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു വിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാലോകർക്ക് ആത്മീയത പഠിപ്പിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഓൺലൈനിലൂടെ എന്നെ ശ്രവിക്കുന്ന റുഹേ ബയാനിലുള്ള പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ വ്യക്തിത്വമല്ല, ഒരു അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഹബീബുനാ റസൂലുള്ളാഹി വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയുകയില്ല, നിങ്ങളുടെ അമല് പൊളിയുന്നത് നിങ്ങൾ അറിയുക പോലുമില്ല. നിങ്ങളുടെ നമസ്കാരം ഈ പാതിരാത്രി സമയത്ത്, ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, ഭീമാ പള്ളിയുടെ അകത്തളത്തിൽ വന്നുകൊണ്ടാകട്ടെ, വീടിൻ്റെ അകത്തളങ്ങളിൽ ഉദൂ ചെയ്തുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞതാകട്ടെ, ഇഖ്ലാസിന്റെ നിറകുടമായി ഭാര്യയെ കാണിക്കാനല്ല, മക്കളെ സമ്മതിപ്പിക്കാനല്ല, ഞാനൊരു വിലായത്തിന്റെ മർത്തബ
കഅബയിലേക്ക് പോകുകയാണ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കാനൊന്നുമല്ല, ഇഖ്ലാസ് കൊണ്ട് ചെയ്തു പോയതാണ് എങ്കിൽ പോലും ആ അമൽ വരെ പൊളിഞ്ഞു പോകുമേ. നിങ്ങൾ അറിയില്ല റസൂലുള്ള ആരാണ്. ഈ മുത്തിനിന്റെ മുന്നിൽ ഒരിക്കലും മോശമായി സംസാരിക്കരുത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്നല്ലദീന യഗുള്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈക الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. സുബ്ഹാനല്ലാഹ്. ഈ ആയത്ത് അങ്ങോട്ട് ഇറങ്ങിയിട്ട് റസൂലുള്ള ഈ ആയത്ത് ഓതിയപ്പോ ഫഖറജ സൗബാനു ഖായിഫൻ വജ്ലാ. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഹോദരാ. വാപ്പയുടെ മുന്നിൽ വെച്ചുകൊണ്ട് മോശമായി സംസാരിക്കുന്ന മക്കളെ, കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടുകൊണ്ട് മാതാപിതാക്കൾ ഏതാണ്, മക്കൾ ഏതാണ്, കുടുംബം ഏതാണ്, ഭാര്യ ഏതാണ്, ഭർത്താവ് ഏതാണെന്ന് തിരിച്ചറിയാത്ത നിലയ്ക്ക് മോശപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നതാകുന്ന ആധുനിക മക്കളെ പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിൻ്റെതാകുന്ന ഈ ആയത്തങ്ങ് കേട്ടപ്പോ ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു ഫഖറജ സൗബാൻ ഖായിഫൻ വജ്ലാ. പേടിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്. തന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ബഹുമാനപ്പെട്ടവർ പോകുന്ന വഴിയിൽ അദിയ ഇബ്നു ഹാത്തിം, തന്റെ കൂട്ടുകാരനാകുന്ന അദിയ ഇബ്നു ഹാത്തിമിനെ കാണുകയാണ്. അദിയ ഇബ്നു ഹാത്തിം ചോദിക്കുകയാണ്, എന്തേ നീ എവിടേക്കാണ് ഓടുന്നത്, നീ എവിടേക്കാണ് ഓടുന്നത്, എന്തുകൊണ്ടാണ് ഇത്ര ധൃതി കാണിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഓടാനുള്ള കാരണം എന്താണ്? ബഹുമാനപ്പെട്ടതാകുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നീ സയ്യിത്തുൻ, ഞാൻ അല്പം ശബ്ദമുള്ള വ്യക്തിത്വമാണ്, എനിക്കല്പം ശബ്ദമുണ്ട്, അഥവാ ശബ്ദം പൊതുവെ എൻ്റെ പ്രകൃതമാണ്. ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നല്ല ബാസാണ് എൻ്റെ ശബ്ദത്തിന്. അന സയ്യിത്തുൻ, ഞാൻ അല്പം ശബ്ദമുള്ള വ്യക്തിയാണ്. അതഖവഫു അന്ന ഹാദിഹിൽ ആയതു നസലത് ഫിയാ, ഞാൻ വല്ലാതെ പേടിക്കുകയാണ്. ഈ ആയത്ത് എൻ്റെ വിഷയത്തിലാണ് ഇറങ്ങിയത് എന്ന് ഞാൻ പേടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഞാനാണ് ഉറക്കെ സംസാരിച്ചത് എന്ന് തോന്നിപ്പോകുന്നു. എൻ്റെ വിഷയത്തിലാണ് ആയത്തിറങ്ങിയത് എന്ന് ഞാൻ വല്ലാതെ ഭയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഓടുകയാ. നേരെ ചെല്ലുന്നത് തന്റെ വീട്ടിലേക്കാണ്. ഭാര്യയെ വിളിക്കുകയാണ്, യാ ഉമ്മ ജമീല, അല്ലയോ പ്രിയപ്പെട്ട ഭാര്യയെ വിളിക്കുകയാണ്. ഇദാ ദഖൽതു ഫുർസ ബൈതി, നമ്മുടെ കുതിരയുടെ ആലയത്തിലേക്ക് ഞാൻ കടന്നു ചെന്നാൽ, ഞാൻ കുതിരയുടെ ആലയത്തിൽ കുതിരയെ കെട്ടിയിടുന്നതാകുന്ന അതിൻ്റെ ആലയ്ക്കുള്ളിലേക്ക് ഞാൻ കയറാൻ പോവുകയാണ്. എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. ചെറുതല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭീകരമായ പ്രശ്നം തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് നിലകൊള്ളുന്ന വേളയിൽ ആരൊക്കെയോ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴതാ ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനിക ആയത്തുമായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. അവർ ജീവിതത്തിൽ ചെയ്ത സർവ അമലുകളും പൊളിഞ്ഞു പോകുമേ എന്നാണ് ഖുർആനിക വചനം വന്നിട്ടുള്ളത്. ഞാൻ വല്ലാതെ ഭയക്കുകയാണ്. അന്ന ഹാദിൽ ആയതു നസലത് ഫിയാ, ആ ആയത്ത് ഇറങ്ങിയത് എൻ്റെ വിഷയത്തിലാണ്, ഞാൻ പേടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സൗബാൻ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് പറയുകയാണ്, യാ ഉമ്മ ജമീല, ഇദാ ദഖൽതു ഫുർസ ബൈതി, ഈ കുതിരയുടെ ആലയത്തിനുള്ളിലേക്ക് ഞാൻ കടന്നാൽ ആ കുതിരയോടൊപ്പം വസിക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂട്ടിനുള്ളിലേക്ക് കടന്നാൽ ഫശദ്ദി അലൽ ലബ്ബതി ബിമിസ്മാർ, അതിൻ്റെ താടിലേക്ക് നീ ഒരാണി കൊണ്ട് അടിക്കണേ. ഇനി എനിക്ക് പുറത്തേക്ക് വരേണ്ടതില്ല. അതിൻ്റെ കവാടത്തിന്മേൽ, അതിൻ്റെ പൂട്ടിന്മേൽ ഒരാണി കൊണ്ട് നീ അടിച്ച് തറപ്പിച്ച് വെക്കണേ. ഫശദ്ദി
ഫശദ്ദീ അലൽ ലബ്ബതി ബിമിസ്മാർ. ബഹുമാനപ്പെട്ടതാകുന്ന ഉമ്മു ജമീല എന്ന ഭാര്യയോട് സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് അതിനുള്ളിലേക്ക് കടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ആയത്തോതുന്നത്, ഇന്നല്ലദീന യഗുള്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈക الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ശബ്ദമുയർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ചില ആളുകൾ അവരുടെ ഹൃദയത്തെ അല്ലാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യുകയാണ്. എത്രത്തോളം ഭയഭക്തിയുണ്ട്, എത്രത്തോളം തഖ്വയുണ്ട്. തഖ്വയുടെ മാനദണ്ഡം പഠിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണേ വചനം. തഖ്വയുടെ മാനദണ്ഡം സൂക്ഷ്മതയുടെ, അള്ളാഹുവിൻ്റെ അംഗീകാരത്തിൻ്റെ, ഇംതിസാലുൽ അവാമിറിൻ്റെ, വജ്തിനാബുൻ നവാഹിയുടെ, നന്മ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ, തിന്മ മുഴുവനും വിഭാടനം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനമെന്തെന്നറിയുമോ? അത് റസൂലുള്ളാഹിയുടെ മുന്നിൽ സംസാരിക്കാതിരിക്കുക, അഥവാ മോശമായ വർത്തമാനം പറയാതിരിക്കുക. നബി പറഞ്ഞതിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് ഒരു വർത്തമാനം ശബ്ദിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. തീർച്ചയായും അല്ലാഹു അങ്ങനെ ശബ്ദമുയർത്തിക്കൊണ്ടറിയാതെ സംസാരിച്ചു പോയവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അവർ അല്ലാഹുവിനോട് തൗബ ചെയ്യൻ, അല്ലാഹു പുറത്തു തരും. കാരണം അറിയാതെ ഉണ്ടായത് ആയിരിക്കുമല്ലോ, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് അന്വേഷിച്ചു, സൗബാൻ എവിടെയാണ് പോയത്? പറയപ്പെട്ടു, സൗബാൻ ഇങ്ങനെ കുതിരയുടെ ആലയത്തിൽ കയറിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളെ വിട്ടു, സൗബാനെ വിളിക്കാൻ പറഞ്ഞു. സൗബാൻ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അദ്ദേഹം അല്ല ശബ്ദമുയർത്തി സംസാരിച്ചിരിക്കുന്നത്, വേറൊരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദരവും ബഹുമാനവും കൊണ്ട് ഞാനാണോ എന്ന് ഭയക്കാൻ. കാരണം സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ നല്ല ബാസ് കൂടിയ ആളുകൾ. സംസാരിക്കുമ്പോൾ ഇവിടെ വന്നവരും വിളിക്കുന്നവരുണ്ടാവും അല്ലേ, കവലയിൽ നട്ട് അവരെ ഏൽപ്പിച്ചാൽ മതി മൈക്ക് അനൗൺസ്മെന്റ് ഒക്കെ, നല്ല ഒച്ചയായിരിക്കും. അങ്ങനെ എല്ലാ മഹല്ലത്തിലും ഉണ്ടാവും ഒരാൾ, ചിലപ്പോൾ ഒന്നിലധികം ആളുകളുണ്ടാവും. അതുപോലൊരു ശബ്ദമുള്ളൊരു പ്രകൃതമാണ്. അതുകൊണ്ട് അദ്ദേഹം ഭയപ്പെട്ടു, ഞാനാണോ എന്ന് ഭയപ്പെടുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, സൗബാനെ നീ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വിറങ്ങലിച്ചുകൊണ്ട് കടന്നു വന്നതാകുന്ന സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൗബാനെ നീയല്ല കേട്ടോ, വിഷമിക്കണ്ട സൗബാനെ. നിന്ന് വിറയ്ക്കുന്ന സൗബാനിനെ സന്തനത്തിൻ്റെതാകുന്ന സ്പർശം റസൂലുള്ളാഹി നൽകുകയാണ്. റസൂലുള്ളാഹി പറയാൻ, അമാ തറലാ അൻ തകൂന ഹമീദാ വതഖതുല ശഹീദാ വതദ്ഖുലൽ ജന്ന. അല്ലയോ സൗബാനേ, നിനക്ക് സന്തോഷമില്ലേ? അമാ തറലാ, നീ സംതൃപ്തിപ്പെടുന്നില്ലേ? അന്തകൂന ഹമീദൻ, നീ സ്തുതിക്കപ്പെടുന്നതാകുന്നതിനെ, വതഖതുല ശഹീദൻ, നീ അടുത്തൊരു യുദ്ധത്തിൽ മരണപ്പെട്ടു പോകും. ഷഹീദിന്റെ സമുന്നതമായ പദവിയിലേക്ക് അലങ്കരിക്കപ്പെടും. അതിലൂടെ തന്നെ നിന്നെ സമൂഹം വല്ലാതെ ബഹുമാനിക്കും, ആദരിക്കും, നിനക്ക് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കും. നിന്റെ പേര് കേൾക്കുമ്പോൾ, സൗബാൻ എന്ന പേര് കേൾക്കുമ്പോൾ വിശ്വാസികളുടെ നാവിലൂടെ കടന്നു വരും റളിയല്ലാഹു അൻഹു. ആ രീതിയിൽ നിനക്ക് അല്ലാഹു ബഹുമാനം തരുന്നതിന് നീ ഇഷ്ടപ്പെടുന്നില്ലേ സൗബാനെ? വീണ്ടും അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വതദ്ഖുലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശനം ലഭിക്കുന്നതിന് നീ ഇഷ്ടപ്പെടുന്നില്ലേ സൗബാനെ? മാഷാ അല്ലാഹ്, നീ അല്ലാഹുവിന്റെ സംതൃപ്തി വാങ്ങുന്നു, സ്തുതിക്കപ്പെടുന്നവനാകുന്നു. യുദ്ധത്തിൽ ഷഹീദാകുന്നതിനെയും
മാത്രമല്ല വതദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുന്നതിനെയും നീ ഇഷ്ടപ്പെടുന്നതിനെ സൗബാനെ എന്ന്. ഇത് മൂന്നും ഉണ്ടായി എന്നാണ് ചരിത്രം. യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ടു. നബി തങ്ങൾ നേരത്തെ കാലക്കൂട്ടി പറയാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കാരണമായി ലോകമെമ്പാടും ഇപ്പോഴുള്ള മുസ്ലിമീങ്ങളിൽ വരാനിരിക്കുന്ന ആകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഹ്ലുകാരും ആ പേര് കേൾക്കുമ്പോൾ തർളിയത്ത് ചൊല്ലും. റളിയല്ലാഹു അൻഹു സൗബാൻ എന്ന് കേൾക്കുമ്പോൾ നാവിൽ നിന്ന് വരും. അത് ഹൃദയത്തിൽ നിന്നുള്ളൊരു വരവാണ്. റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ ഓഫർ കൊടുത്തതാണ്. വതദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കും. എന്താ ഇത് കിട്ടാനുള്ള കാരണം? എന്താണ്? മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഞാൻ മോശമായി സംസാരിച്ചിട്ടുണ്ടോ, അറിയാതെ ഒച്ച വെച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്ന ഭയപ്പാടിൽ ഓടിപ്പോവാൻ. ചിന്തിക്കണം. നമ്മളിപ്പോൾ ഒരു കമ്മിറ്റി കൂടാൻ, ഉസ്താദിനെ മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു കമ്മിറ്റി കൂടാൻ. അപ്പോൾ ഒച്ചപ്പാടും പോടും. ഉസ്താദ് മിണ്ടായിരിക്കാൻ പറഞ്ഞു. ഉസ്താദ് എഴുന്നേറ്റ് വയ്ക്കാട്ടോ, ഞങ്ങളിങ്ങനെ വച്ചേക്കെ. ഉസ്താദ് അസ്സലാമു അലൈക്കും, വേഗം എഴുന്നേറ്റോ. അതാണ് ഖൗമ. മനസ്സിലാക്കണം. അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്നല്ലേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ? അംബിയാക്കൾ അനന്തരാവകാശികളല്ലേ ഉലമാ, പണ്ഡിതന്മാർ. അവരിയ്ക്കുന്ന സദസ്സുകൾ നമ്മൾ ശ്രദ്ധിക്കണം. സമുന്നതനാകുന്ന ഉലമാക്കൾ, പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ ഇരിക്കുന്ന മജ്‌ലിസുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അവരൊരു വാക്ക് പറഞ്ഞതിന്റെ മുന്നിലേക്ക് മറുവാക്ക് കടത്തി പറയുന്നത്, അത് ഫേസ്ബുക്കിലാകട്ടെ, അത് വാട്സാപ്പിലാകട്ടെ, അത് ഏത് സോഷ്യൽ മീഡിയയിലൂടെ ആകട്ടെ, അത് നിനക്കാപത്താണ്. നിന്റെ അമല് പൊളിയാൻ കാരണമായി തീരും. ഒക്കെ മനസ്സിലാക്കണം. നമ്മൾ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവൂല, കൈ മലർത്തേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലെങ്കിൽ തന്നെ ഒന്നുമില്ല. അതാണ് നമ്മുടെ അവസ്ഥ. ഒരുപക്ഷെ ഇശാ നമസ്കരിക്കാത്തവർ നമുക്കിടയിൽ ഉണ്ടാകും. നിസ്കരിക്കണം. നിങ്ങൾ നമസ്കാരം പരിശുദ്ധ പ്രവാചകരോടുള്ള മഹബ്ബത്ത് കൂടുതലാക്കുകയുള്ളൂ. നബിയോട് മഹബ്ബത്തുള്ളവരാരും തന്നെ നമസ്കരിക്കാതിരിക്കരുത്. നമസ്കാരം നിർബന്ധമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് വുളൂ ചെയ്യാനുള്ള വെള്ളം കൃത്യമായി ഒഴിച്ചു കൊടുത്തിരുന്നതാകുന്ന സ്വഹാബിയല്ലയോ റബീഅ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ നബി തങ്ങൾ വുളൂ ചെയ്യുകയാണ്. ഹബീബായ നബി തങ്ങൾ ചോദിക്കുകയാണ്, യാ റബീഅ സൽ യാ റബീഅ, റബിയ നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, നിനക്ക് ആവശ്യമുള്ളത് നീ ചോദിക്കണേ റബിയ. റബിയ റളിയല്ലാഹു അൻഹു ചോദിച്ചത് എനിക്കൊരു വീട് വേണമെന്നല്ല, എനിക്കൊരു വള്ളം നിറയെ മത്സ്യം വേണമെന്നല്ല, ആഖിറമാണ് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വേണ്ടത് സ്വർഗമാണ്, സ്വർഗമാണ്, തങ്ങളോടൊപ്പമുള്ള ജീവിതമാണ്, ജീവിതമാണ്. എനിക്ക് വേണ്ടത് തങ്ങളോടൊപ്പമുള്ള ജീവിതമാണ്. അതിനെന്താ ചോദിച്ചത്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. ഹബീബായ നബി തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, തങ്ങളോടൊപ്പമുള്ള റഫീഖായി, കൂട്ടുകാരനായി സ്വർഗത്തിൽ കഴിയുന്നതിനെ ഞാൻ ചോദിക്കുന്നു റസൂലേ എന്ന് ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഇന്നി അലാ ദാലിക ബികസറത്തി സുജൂദ്. റബീഅ, റബീഅ, എന്നാൽ നിനക്ക് ഞാനത് വാഗ്ദാനം ചെയ്യുന്നു റബീഅ, നാളെ സ്വർഗത്തിൽ നീ എന്നോടൊപ്പമാണ്, എന്റെ കൂട്ടുകാരനാണ് നീ. പക്ഷെ ഒരു കാര്യം നീ ഒന്ന് ശ്രദ്ധിക്കണേ റബീഅ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായ, ദുനിയാവിലെ തന്നെ കൂട്ടുകാരനായ റസൂലുള്ളാഹിയുടെ ചാരത്ത് ചേർന്ന് നിൽക്കാൻ സൗഭാഗ്യം ലഭിച്ച അബൂബക്കർ ഇല്ലാത്തപ്പോഴും, ഉമർ ബിൻ ഖത്താബ് തങ്ങളില്ലാത്തപ്പോഴും, ഉസ്മാൻ തങ്ങളില്ലാത്തപ്പോഴും,
സ്വഹാബത്തില്ലാത്തപ്പോഴും പാതിരാത്രി സമയത്ത് അള്ളാന്റെ റസൂലിന്റെ തിരുചാരത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാനും റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യാനും സേവനം ചെയ്യാനും ഭാഗ്യം ലഭിച്ച് ഓരം നിന്നതാകുന്ന സ്വഹാബിക്ക് അള്ളാന്റെ റസൂൽ ഓഫർ നൽകുകയാ, നിനക്ക് ഞാൻ സ്വർഗം നൽകാം റബീഅ, പക്ഷെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണേ, നീ സുജൂദ് അധികരിപ്പിക്കണേ, അഥവാ നമസ്കാരം കൊണ്ട് എന്നെ നീ സഹായിക്കണേ. കേവലം 5 വഖത്ത് ഫർള് മാത്രം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരം കിട്ടുമെന്ന് കരുതരുതേ. ഭീമാപള്ളിയിലുള്ള മുസ്ലിമത്തെ പ്രിയപ്പെട്ട ഉമ്മ, ആ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ളതായ സുന്നത്ത് നമസ്കാരങ്ങൾ നീ ശ്രദ്ധിക്കണേ, റവാത്തിബായ സുന്നത്തുകൾ ശ്രദ്ധിക്കണേ. ആരാണ് റസൂൽ? പാതിരാത്രി സമയത്ത് നമസ്കരിക്കുകയാണ്. മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ടതാകുന്ന പ്രവാചകർ നിന്ന് നമസ്കരിച്ചിട്ട് കാലിൽ നീര് കെട്ടി വീർക്കുകയാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ആയിഷ ഉമ്മ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാണ് നബിയേ, എന്തിനാണ് പ്രവാചകരെ? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. സൂറത്തുൽ ഫത്ഹിലൂടെ അല്ലാഹു വ്യക്തമായി പഠിപ്പിച്ചതല്ലയോ നബിയേ, തങ്ങൾക്ക് മുൻപിൻ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നിരിക്കുകയാ, പിന്നെന്തിനാണ് ഇത്രയേറെ പ്രയാസപ്പെട്ടുകൊണ്ട് നമസ്കരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞ ഒരു മറുപടി, ഈ ഭീമാ പള്ളിയുടെ പരിസരത്ത് നമസ്കരിക്കാതെ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട ഉമ്മ, നീ സിയാറത്തിന് വേണ്ടി വന്നാലും അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം വേണോ? നമസ്കാരം നിർബന്ധമാണ്. ആ നമസ്കാരം കളഞ്ഞിട്ട് ഒരു സിയാറത്തും പാടില്ല. നമസ്കാരം നിർബന്ധമായ അമലാണ്. ആ നമസ്കാരത്തെ ഒഴിച്ചിട്ട് നിന്റെ ജീവിതം കൊണ്ടുപോകല്ലേ പ്രിയപ്പെട്ട മുസ്ലിമേ. സിയാറത്തു സുന്നത്താണ്, നമസ്കാരം ഫർള് ഐനാണ്. ഞാൻ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ നാളെ മഹ്ശറയിൽ അല്ലാഹു എന്നെ പിടിച്ച് ചോദ്യം ചെയ്യുമെന്നുള്ള ഉത്തമമായ ബോധ്യം എനിക്കുണ്ടാവണം. ഇരിക്കുന്ന ഉലമാക്കൾക്കും ഉമറാക്കൾക്കും ഉണ്ടാകണം. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് പ്രിയപ്പെട്ട വിശ്വാസികളുടെ ഹൃദയത്തിലും ഉണ്ടാവണം. അപ്പോഴേ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ, അപ്പോഴേ നമസ്കാരം ചിട്ട വരികയുള്ളൂ. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി, യാ ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറാ, നന്ദിയുള്ള ഒരടിമയായി ഞാൻ മാറണ്ടയോ ആയിഷ? നന്ദിയുള്ള അടിമയായി മാറണ്ടയോ ആയിഷ? ആരാണ് ഈ പറയുന്നത്? ജീവിതം മുഴുവനും പട്ടിണിയാണ്. 3 ദിവസം തുടർച്ചയായി പത്തിരി കഴിച്ച ചരിത്രം ഞങ്ങളുടെ കുടുംബത്തിലില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ തുടർച്ചയായി 3 ദിവസം പത്തിരി കഴിച്ചതാകുന്ന ചരിത്രം ഞങ്ങളുടെ കുടുംബത്തിനില്ല കേട്ടോ എന്ന് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാ. തീർന്നില്ല, തുടർച്ചയായി 3 മാസങ്ങളോളം വെള്ളമല്ലാതെ ഞങ്ങളുടെ വീടുകളിലില്ലായിരുന്നു. ദാരിദ്ര്യമാണ്. ആ പരിശുദ്ധ പ്രവാചകരാണ് പറയുന്നത്, അഫലാ അകൂന അബ്ദൻ ശകൂറാ, നന്ദിയുള്ള ഒരടിമയായി മാറണ്ടയോ ആയിഷ? ഭീമാപള്ളിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ പള്ളി ഇത്ര മനോഹരമായി പണിതുയർത്തിയിരിക്കുന്നത് മുഅ്മിനീങ്ങളെ നമുക്ക് നമസ്കരിക്കാൻ വേണ്ടിയാണ്. മുഅ്മിനത്തെ, ആ കാണുന്ന വിശ്രമ കേന്ദ്രം നിങ്ങൾക്ക് പണിതിട്ടിരിക്കുന്നത് ഇവിടെ സിയാറത്തിന് വരുന്ന ഉമ്മമാർക്ക് നമസ്കരിക്കാനുള്ള ഗേഹമാ. നമസ്കാരം കളഞ്ഞിട്ട് ഒരു സിയാറത്തും പാടില്ല. ശുദ്ധിയുള്ള മുഴുവൻ ഉമ്മമാരും നമസ്കരിക്കണേ.
നമസ്കരിക്കണേ. നമസ്കരിക്കുന്ന സമയത്ത് അവിടെയും ഇവിടെയും കറങ്ങി നടക്കുന്നവനും യഥാർത്ഥ മുഅ്മിനല്ല. പഠിച്ചു വെക്കണേ ഒരു പാഠം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിൽ അമീറുൽ മുഅ്മിനീനാണ്, ബഹുമാനപ്പെട്ടവരുടെ കാലഘട്ടത്തിൽ പള്ളിയുടെ മുറ്റത്ത് വന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിലകൊള്ളുകയാ. നമസ്കരിക്കാൻ ബാങ്ക് കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പള്ളിയിലേക്ക് വരുന്നു. ആ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് കയ്യും കാലും കറക്കി കാണിക്കുകയാണ്. എൻ്റെ കൈകളിൽ വലിയ സൂത്രമുണ്ട്, ഞാൻ വലിയ സംഭവമാണ്. എൻ്റെ കയ്യിൽ 10 മോതിരമുണ്ട്, ഞാൻ വലിയ പച്ച പുതച്ചിരിക്കുന്ന മനുഷ്യനാണ് എന്നൊക്കെ രീതിയിൽ ജനങ്ങളെ പൊട്ടീസാക്കുന്ന ആളുകൾ, കള്ള തീവ്രവാദികളാകട്ടെ, മന്ത്രവാദികളാകട്ടെ, മോശപ്പെട്ടതാകുന്ന വ്യക്തികളാകട്ടെ, അവരെ നമ്മൾ വ്യക്തമായി തിരിച്ചറിയണേ. മുസ്ലിമേ, ഒരുപാട് ജിന്നമ്മമാരുടെ കാലഘട്ടമാണ്. കള്ളത്വരീക്കത്തുകൾ അധികരിക്കുന്ന കാലഘട്ടമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കടക്കലിൽ കത്തിവെക്കാൻ വേണ്ടി കടന്നു വരുന്ന ഒരുപാട് വ്യാജ തരീക്കത്തുകൾ ആത്മീയ ചൂഷണം നടത്തുന്ന കാലഘട്ടമാ. അത്തരത്തിലുള്ള ആളുകൾ അള്ളാന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയുടെ ഉമ്മറത്ത് വന്നിരുന്ന് ജനങ്ങളെ വശീകരിക്കുന്നത് കണ്ടപ്പോ, നമസ്കരിക്കാൻ പള്ളിയിൽ കയറാൻ വേണ്ടി പറഞ്ഞപ്പോ ആ മനുഷ്യൻ മൈൻഡ് ചെയ്യാതെ നിലകൊള്ളുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആളെ വിളിച്ചിട്ട് പറയുകയാ, വേഗം പൊയ്ക്കോണം, നിസ്കാരം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോ നീ ഇവിടെ നിസ്കരിക്കാതെ ഉണ്ടെങ്കിൽ വല്ലാഹി നിന്റെ തലയും ഉമർ വെട്ടിക്കളയുമേന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആളുകളെ ചൂഷണം ചെയ്യലല്ലടോ ദീനിന്റെ രീതി. ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ളതാകുന്ന സർവമഹാന്മാരും ഈ കടക്കുന്ന ഭീമാ ഉമ്മയും അവരുടെ പ്രിയപ്പെട്ട മക്കളും അവരുടെ പരമ്പരകളും ലോകത്തുള്ള സർവ്വ ഔലിയാക്കളും അമ്പിയാക്കളും മഹാന്മാരും സച്ചരിതരും മശായിഖന്മാരും സാദാത്യങ്ങളും ഉലമാക്കളും ഉമറാക്കളും ഇവിടെ നയിക്കുന്നതാകുന്ന ദക്ഷിണയും ഇവിടെ നയിക്കുന്ന സമസ്തയും അവരുടെ പണ്ഡിത സൂരികളും എല്ലാവരും ലോകത്തോട് ഉച്ചസ്വരം പ്രഖ്യാപിക്കുന്നത് അത് നിസ്കാരമാണ്, അത് നമസ്കാരമാണ്. അതൊഴിച്ചിട്ട് ഒരു അമലും വേണ്ട. അത് നിർബന്ധമായ അമലാണ്. പാതിരാത്രി സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ഖദാ വീട്ടുകയല്ല. ളുഹറല്ല, അസറല്ല, മഗ്രിബല്ല, ഇശാ അല്ല, സുബ്ഹിയല്ല, ഏതെങ്കിലും റവാത്തിബ് സുന്നത്തല്ല. മറിച്ച് നിസ്കരിച്ചിട്ട് നീര് കെട്ടി കാല് വീർക്കുന്നത് അത് കേവലം മുത്ലഖായ നിരുപാധികം സുന്നത്ത് നമസ്കാരമാണ്, തഹജ്ജുദ് നമസ്കാരമാണ്. അല്ലാഹു നമുക്ക് നൽകിയ സൗഭാഗ്യങ്ങൾ ഒന്നെണ്ണി നോക്ക് പ്രിയപ്പെട്ട ഉമ്മ. നിന്റെ ശരീരത്തിലേക്ക് നോക്ക് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. നിനക്ക് കണ്ണിന് കാഴ്ച നൽകിയില്ലേ, കാതിന് കേൾവി ശക്തി നൽകിയില്ലേ, കൈക്ക് അല്ലാഹു പവർ നൽകിയില്ലേ, കാലിന് അല്ലാഹു സ്വാധീനം നൽകിയില്ലേ, സംസാരിക്കാനുള്ള വൈഭവം നൽകിയില്ലേ. ഈ കയ്യും കാലും നാവും ഒക്കെ അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലാൻ വേണ്ടി പടച്ചതല്ലേ. അലം യജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അവന് നാം മനോഹരമായ കണ്ണ് നൽകിയില്ലേ, അവന് നാം നാവിനെയും നൽകിയില്ലേ. വശഫതൈൻ, മനോഹരമായ 2 ചുണ്ടുകളെയും നാം സമ്മാനിച്ചില്ലേ. ഖുർആൻ അല്ലാഹു ചോദിക്കുക, എന്തുകൊണ്ട് അല്ലാഹു 2 ചുണ്ടുകളെ പറഞ്ഞു, നാവിനെ പറഞ്ഞു, ഇതിന് രണ്ടിനും ഇടയിലുള്ള പല്ല് പറഞ്ഞില്ല? എന്തുകൊണ്ടാ പറയാതിരുന്നത്? കുഴിമന്തിയും കിഴിപൊറോട്ടയും കഴിക്കലല്ല, അതല്ല ലക്ഷ്യം. ഫുഡ് അടിക്കലല്ല. നമുക്ക് നല്ല തലക്കറി കിട്ടുമെങ്കിൽ വിഴിഞ്ഞത്ത് മാഷാ അല്ലാഹ് ഓടുകയാണ്, വേഗം തന്നെ ഓടിയേക്കാം. തലക്കറി നമുക്ക് എവിടെയെങ്കിലും ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അതാണ് വലിയ ഇഷ്ടം. അതിൻ്റെ ചാനൽസൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണ്. ദീനിൻ്റെ ഒരു ചാനലും കേൾക്കാനും ഇല്ല, ഒന്നുമില്ല. ശരിയല്ലേ? ഫുഡിൻ്റെ എല്ലാ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക, എല്ലാം കാണുന്നത്. കാരണം എന്താ, അവൻ വെറും ഫുഡിയാണ്. എപ്പോഴും 24 മണിക്കൂറും ഭക്ഷണം പ്രിയനാണ്, അത് മാത്രം കാണുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ യാത്ര, 5 പൈസയില്ലേലും ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. എവിടെയെങ്കിലൊക്കെ ദുനിയാവിന്റെ അറ്റത്ത് ഏതെങ്കിലും സമയത്ത് പോകണം എന്നുള്ള ചിന്തയിലാണ്. സ്വർഗത്തിലേക്ക് പോകണ്ടേ, അതിനുള്ള പ്രയാണം എളുപ്പമാകാനുള്ള വഴികൾ നീ ചിന്തിച്ചിട്ടുണ്ടോ?
അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത് അലം നജഅൽ ലഹു ഐനൈൻ, അവന് രണ്ട് കണ്ണുകളെ നൽകിയില്ലേ. ഈ കണ്ണുകൊണ്ട് കാണേണ്ടത് കണ്ട് അല്ലാഹുവിന്റെ അജായിബുകളെ, അതിശയങ്ങളെ മനസ്സിലാക്കിയിട്ട് ഉള്ളിൽ കിടക്കുന്ന നാവ് കൊണ്ട് പടച്ചറപ്പിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ച് അവന്റെ പരിശുദ്ധ പ്രവാചകനെ മദ്ഹ് ചെയ്തുകൊണ്ട് നിന്റെ നാവനക്കി നിന്റെ ചുണ്ടുകൾ മന്ത്രിച്ചുകൊണ്ടാവട്ടണം നിന്റെ ജീവിതം ഉണ്ടാവണം. അതുകൊണ്ട് അല്ലാഹു ഈ അവയവങ്ങളെ എണ്ണി പറഞ്ഞു. കണ്ണ്, നാവ്, രണ്ട് ചുണ്ട്. പല്ല് പറഞ്ഞില്ല. ഒരു പക്ഷേ പല്ലിന് ഇൻഷുറൻസ് കിട്ടുമായിരിക്കും. പല്ലൊരു മനുഷ്യനെ അടിച്ചു പറിച്ചാൽ കേസിന് പോയാൽ നിനക്ക് കാശ് കിട്ടും. പക്ഷേ എങ്കിലും ഇവിടെ അല്ലാഹു എടുത്ത് പറഞ്ഞില്ല. പഠിക്കണം നമ്മള്. കാരണം നാവിനാണ് ഗുണം. നാവ് കൊണ്ട് ദിക്ർ ചെല്ലണം, അല്ലാഹുവിന് ദിക്ർ ചെല്ലണം, പരിശുദ്ധ പ്രവാചകന്റെ മേൽ സലാത്ത് ചെല്ലണം. വെള്ളിയാഴ്ച രാവാൻ നമ്മൾ എത്ര സലാത്ത് ചെല്ലാറുണ്ട്. പള്ളിയിലൊരു സലാത്തിന്റെ മജ്ലിസ് വെച്ചാൽ നമ്മളിങ്ങനെ ധൈര്യപ്പാരിങ്ങനെ നടക്കുന്നല്ലാതെ 10 സലാത്ത് മജ്ലിസിലിരുന്ന് കൊണ്ട് ചെല്ലും. ഇപ്പൊ ഈ ഇൽമിന്റെ മജ്ലിസിൽ തന്നെ വന്നിരിക്കാത്ത എത്ര ആളുകളുണ്ട്. കറങ്ങി ഇങ്ങനെ നടക്കുക, കോലുമുട്ടായിയൊക്കെ ചവച്ച് നല്ല റാഹത്തായിട്ട് റോഡിൽ കൂടെ കറങ്ങി നടക്കുക. വയലിന് വന്നതാ, മുസ്ലിയാർ വയലൊക്കെ പറഞ്ഞ റാഹത്ത്, നല്ല വയലായിരുന്നു. ഹോഷ് മുസ്ലിയാരെ ഉറൂസിനും കൂടെ വിളിച്ചേക്കണം കേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ട് പോയേക്കാം. അല്ലാതെ വല്ല കാര്യമുണ്ടോ? വാത് ഉൾക്കൊള്ളണ്ടേ? നമ്മൾ സദസ്സിലില്ല, നമ്മൾ കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല. പരിശുദ്ധ പ്രവാചകനോട് എന്ത് മഹബ്ബത്താണ്. പേര് കേൾക്കുമ്പോൾ പോലും ഒരു സലാത്തില്ല. നമ്മൾ എങ്ങനെ മുഅ്മിനാകും? അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് മഹബ്ബത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന തത്വം നമ്മളിൽ കാണപ്പെടുന്നത്, പ്രകടമാകപ്പെടുന്നത് നിസ്കാരത്തിലൂടെ. നിസ്കാരം 5 വഖത്ത് കറക്റ്റായി നിസ്കരിക്കുക. അവന് തെറ്റുകൾ ഒഴിയും. കള്ളുകൂടി ഒഴിക്കണോ? നിസ്കരിക്കൽ. വ്യഭിചാരം ഒഴിക്കണോ? നിസ്കരിക്കൽ. ഖുർആൻ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ വിരോധിക്കപ്പെട്ടതും എല്ലാ മോശമായ പ്രക്രിയയിൽ നിന്നും പരിപൂർണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ നിസ്കാരം കൊണ്ട് സാധിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഖുർആനിൽ വിശ്വസിക്കുന്നവരല്ലേ നിങ്ങൾ? ആ ഖുർആൻ ഇറക്കപ്പെട്ടത് പരിശുദ്ധ പ്രവാചകർക്കല്ലേ? ആ പ്രവാചകൻ ഓതി സമൂഹത്തിന് പഠിപ്പിക്കുന്നു. സ്വഹാബത്ത് നെഞ്ചേറ്റി അവർ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവന്നു. ഒരൊറ്റ വഖത്ത് പോലും ജമാഅത്ത് ഉപേക്ഷിക്കാത്ത നിലയ്ക്ക് അവർ സമൂഹത്തിൽ ബദ്ധശ്രദ്ധ പതിപ്പിച്ചു. അതുകൊണ്ട് തന്നെ കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് സമൂഹത്തിൽ വെച്ച് ഏറ്റവും ഉത്തമ സമുദായമെന്ന് അല്ലാഹു നോക്കി പറഞ്ഞു. അല്ലാഹു നമ്മൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കള്ള് അധികരിച്ചു, വ്യഭിചാരം അധികരിച്ചു, അശ്ലീലതകൾ അധികരിച്ചു, ഒച്ചപ്പാടും ബഹളവും അധികരിച്ചു. ബഹുമാനിക്കേണ്ടവരെ ആദരിക്കേണ്ടവരെ ആദരിക്കാത്ത സമൂഹമായി ഇന്നത്തെ നവതലമുറ മാറി, നല്ലതുപോലെ മാറ്റപ്പെട്ടു. എന്തിനേറെ പറയുന്നു, ആത്മഹത്യ ചെയ്യാൻ മടിയില്ലാത്ത സമൂഹമായി നമ്മുടെ സമൂഹം മാറി. ശരിയല്ലേ? ശരിയല്ലേ? അങ്ങനെയാണെന്ന് ഉറപ്പുള്ളവരെന്ന് കൈ ഉയർത്തിക്കും. ആത്മഹത്യ ചെയ്യാൻ നമ്മുടെ കൗമിന് ഒരു മടിയില്ലാത്ത അവസ്ഥയിലേക്ക് ഞങ്ങളുടെ നാട് പോയി എന്ന് പറയാൻ ഉറപ്പുള്ളവരെന്ന് കൈ ഉയർത്തി. വേണ്ട, എല്ലാവരും ഉയർത്തി. എന്താണ് ആത്മഹത്യ ചെയ്താലുള്ള പ്രശ്നം? ഞാൻ നീട്ടുന്നില്ല, നിർത്തുകയാണ്. എല്ലാ ദിവസവും റൂഹെ ബയാൻ എന്ന പേരിൽ ഒരു ആത്മീയ മജ്‌ലിസ് കഴിഞ്ഞ 5 മാസക്കാലമായിട്ട് നടത്തിക്കൊണ്ടുവരികയാണ്. അൽഹംദുലില്ലാഹ്, റമദാൻ 23-ാം രാവിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഇശായിന് ശേഷമുള്ള ലൈവായ ഓൺലൈൻ പ്രോഗ്രാമാണ് റൂഹെ ബയാൻ. കുമ്മനം ഉസ്താദ് അല്ലെങ്കിൽ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി എന്നൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഒരുപാട് ആളുകൾ നമ്മുടെ ഭീമാപ്പള്ളിയിലും പരിസരങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ലൈവായിട്ട് ആ പരിപാടി വീക്ഷിക്കുന്നവർ, സഹോദരിമാർ ഒരുപാട് പേര്. അതുകൊണ്ട് തന്നെ ഈ മജ്‌ലിസിൽ ഇന്ന് കൊല്ലം ജില്ലയിൽ നിന്നും നമ്മുടെ തിരുവനന്തപുരം പരിസരങ്ങളുള്ളതാകുന്ന പല സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ഈ സദസ്സിൽ വന്നിട്ടുള്ളതാകുന്ന സഹോദര സഹോദരിമാരുണ്ട്. ഒരുപാട് ആളുകൾ ഭീമാ ഉമ്മയുടെ പരിസരത്തേക്കാണ് വരുന്നത് എന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ലൈവിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുമുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് നൽകട്ടെ. ആ പരിപാടിയിൽ ഇനിയും സംബന്ധിക്കാത്തവരുണ്ട് എങ്കിൽ അവരെത്രയും വേഗം അതിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഓൺലൈനിലാണ്, യൂട്യൂബിലാണ് പരിപാടിയുള്ളത്. എല്ലാ ദിവസവും നടക്കുന്ന പ്രോഗ്രാമാണ്. ഹദ്ദാദും യാസീനും ഒക്കെ ഓതിയിട്ടുള്ള മജ്‌ലിസാണ്. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ.
അപ്പോൾ നസീഹത്തും ഉണ്ടാകും. സുബഹിക്ക് ശേഷവും എല്ലാ ദിവസവും ഉണ്ട്, സുബഹി കഴിഞ്ഞുമുണ്ട്. അതിൽ ഭാഗമാക്കാൻ കഴിയുന്നവർ ആ സമയം, രാവിലെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ അങ്ങനെ ഓരോരുത്തരെ കൊണ്ട് അവരെ കൊണ്ട് സാധിക്കുന്നതിലേക്ക് ഇൻഷാ അല്ലാഹ് അതിൽ ഭാഗമാക്കാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മൾ ശ്രദ്ധിക്കണം, എന്താണ് ആത്മഹത്യ ചെയ്താലുണ്ടാകുന്ന പ്രശ്നബന്ധ. ആത്മഹത്യ ചെയ്താൽ കാലാകാലം നരകത്തിൽ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആത്മഹത്യ ചെയ്താൽ കാലാകാലം നരകത്തിൽ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കാന ഫീമൻ കാന ഖബലകും, തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ളതായ സമൂഹത്തിൽ ഉണ്ടായിരുന്നു റജുലുൻ ബിഹി ജർഹുൻ, ആ മനുഷ്യന്റെ ശരീരത്തിൽ എവിടുന്ന് ഒരു മുറിവ് സമ്പാദിച്ചു, ശരീരത്തിൽ എവിടെ ഒരു മുറിവുണ്ടായപ്പോൾ മനസ്സ് വല്ലാതെ അസ്വസ്ഥനാവുകയാണ്. ഒരു മുറിവ് വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ഒരു മുറിവുണ്ടായപ്പോൾ ആ മനുഷ്യന്റെ ഹൃദയം വല്ലാതെ വേദനിച്ച്. അങ്ങനെയാണല്ലോ ആത്മഹത്യ ചെയ്യാന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കമാണ്. പെട്ടെന്നുണ്ടാകുന്ന ഒരു പിരിമുറുക്കം, അത് അപ്പോഴത്തെ ഒരു സമയത്ത് തോന്നുന്ന ഒരു ചെയ്തിയാണ്. ജീവിതത്തിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു വ്യക്തി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, ആത്മഹത്യ ചെയ്തിട്ട് അതിന്റെ വേദന വിഷമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവൻ ഇലാ യൗമൽ ഖിയാമ വീണ്ടും വിഷമടിക്കാൻ പോകില്ല. കാരണം അതിന്റെ ബുദ്ധിമുട്ട് അവൻ ശരിക്കറിയും. എന്തായി പറയുന്നത്? റൂഹ് പിടിക്കല്ലേ, ആത്മാവിനെ അവൻ പിടിപ്പിക്കാൻ ശ്രമിക്കാൻ അള്ളാഹു ഒരു അജല് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ അവൻ ധൃതി കാണിക്കാൻ. ലോകത്തെല്ലാവർക്കും ഒരവധിയുണ്ട്. ഈ ലോകത്തുനിന്ന് എല്ലാവരും വിട പറയണം. ഞാനും വിട പറയണം, നിങ്ങൾ മരിക്കേണ്ടവരാണ്, നമ്മളെല്ലാവരും മരിക്കേണ്ടവരാണ്. ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട്. കാരണം നമ്മൾ മുഅ്മിനീങ്ങളാണ്, പാരത്രിക ലോകമുണ്ട് എന്നും അതാണ് ശാശ്വതമെന്നും വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അങ്ങനത്തെ നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം നേരത്തെ തന്നെ വരവേൽക്കാൻ പാടില്ല. അത് കടുത്ത തെറ്റാണ്. അള്ളാഹുവിലേക്ക് വേഗം തന്നെ മുന്നിട്ടിറങ്ങുക, ധൃതി കാണിക്കുക, തഅജീൽ ചെയ്യുക, അജലത്ത് കാണിക്കുക പാടില്ലാത്തതാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കാന ഫീമൻ കാന ഖബലകും റജുലുൻ ബിഹി ജർഹുൻ, മുൻഗാമികളിൽ പെട്ടതാകുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായപ്പോ സ്വന്തം ശരീരത്തിൽ വല്ലാത്ത മുറിവ് കണ്ടതിന്റെ പേരിൽ, ആ മുറിവ് ഉണങ്ങാത്തതിന്റെ പേരിൽ മനസ്സ് വല്ലാതെ അസ്വസ്ഥനാവുകയാണ്, പ്രയാസപ്പെടുകയാണ്. ഒരു കത്തിയെടുത്തുകൊണ്ട് അദ്ദേഹം ആ മുറിവിലേക്ക് ആഞ്ഞു കുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, രക്തം നിലച്ചില്ല, അത് വാർന്നു പോവുകയാണ് മുറിവിലൂടെ. ആ മുറിവിലൂടെ രക്തം വാർന്നു ഒഴിക്കുകയാണ്, പുറമായി പോയാണ്. ആ മനുഷ്യൻ മരണം വരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ വിഷയത്തിൽ പറഞ്ഞുവത്രേ, ഖാലല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ആദരവായ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്, യുബാദിറുനി അബ്ദി ഹത്താ ദഖലന്നാർ, എന്നിലേക്ക് എന്റെ അടിമ ധൃതി കാണിക്കുകയാണ്, ധൃതി കാണിച്ചു. അത് കാരണമായി അവൻ നരകത്തിൽ പ്രവേശിച്ചു. ഹത്താ ഹറംതു അലൈഹിൽ ജന്ന, അവന് ഞാൻ സ്വർഗം നിഷിദ്ധമാക്കിയെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നിസ്സാരമായ വിഷയത്തിന്റെ പേരിൽ കുടുംബത്തിൽ മക്കളോ ഭാര്യയോ സന്താനങ്ങളോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ, ഇല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ തോറ്റുപോയി, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസത്തിൽ അവൻ ഉദ്ദേശിച്ചിരുന്ന ഒരു മാർക്ക് ലിസ്റ്റ് വന്നില്ല എന്നതിന്റെ പേരിൽ കൊലക്കയറിലേക്ക് പോകുന്നത് പോലെ ഒരു കയറിന്റെ തുമ്പിലേക്ക് പോയി ജീവനൊടുക്കരുതേ. അത് ഹറാമാണ്, ഹറാമാ, നരകം വിലക്ക് വാങ്ങലാണ് പെങ്ങളെ, പെങ്ങളെ.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ആരെങ്കിലും സ്വന്തം ശരീരത്തെ ഒരു കത്തി കൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ ഫഹുവ ഫിന്നാർ ഫഹദീദതുഹു ഫി യദിഹി യഹുസു ബിആ. ഈ ദുനിയാവിൽ ഒരു കത്തി കയ്യിൽ വെച്ചുകൊണ്ട് വയറ്റിലേക്ക് കുത്തിയിട്ട് വയറ്റിലുള്ളതാകുന്ന കുടൽമാല പുറത്തെടുത്തിട്ടുകൊണ്ട് രക്തം ചീന്തി മരണപ്പെട്ടവനാകട്ടെ, സ്വന്തമായി ആത്മഹത്യ ചെയ്തവനാണ്. അവനെ നാളെ ആഖിറത്തിൽ അല്ലാഹു ശിക്ഷിക്കുന്നതിന്റെ കോലം ഹബീബായ നബി തങ്ങൾ പറയുകയാണ്. അവന്റെ കയ്യിലേക്ക് ഒരു കത്തി അല്ലാഹു കൊടുക്കുകയാണ്. മൂർച്ചയുള്ളതാകുന്ന കത്തിയാണ്. അതുകൊണ്ട് അവന്റെ വയറ്റിലേക്ക് അവന് കുത്തുകയാണ്. ഈ ദുനിയാവിൽ ഏത് രീതിയിലാണോ കുത്തിയത് അതേ രീതിയിലുള്ള കുത്തുകൊണ്ട് അവന്റെ വയറ്റിലുള്ളതാകുന്ന സർവ്വതും പുറത്തേക്ക് വരികയും അവൻ മരണത്തിന്റെ വേദന നല്ലതുപോലെ അനുഭവിക്കുകയും ചെയ്യുകയാണ്. ഹത്താ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, ശാശ്വതമായി കാലാകാലമായി നരകത്തിൽ ഈ ശിക്ഷ തന്നെ അവൻ അനുഭവിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വയറ്റിൽ കുത്തുന്നു, രക്തം മുഴുവൻ വാർന്നൊലിക്കുന്നു, ആള് മരിക്കുന്നു. മരിച്ചു കഴിയുമ്പോൾ അവനെ വിളിച്ച് ജീവൻ കൊടുക്കും. വീണ്ടും അവന്റെ കയ്യിൽ കത്തി കൊടുക്കും. കുത്തടാ കുത്താൻ മേല, വേദന കൊണ്ട് പൊളഞ്ഞ്, കാരണം ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിച്ചാൽ കുത്ത്. നീ നിന്റെ സ്വന്തം ശരീരത്തെ വേണ്ട രീതിയിൽ കൊണ്ടു നടക്കാതെ, ഇബാദത്തിന് വേണ്ടി കണിശത വരുത്താതെ ധൃതി കാണിച്ചവനല്ലേ കുത്താൻ പറയും. നിർബന്ധിച്ചു കൊണ്ട് കുത്തിക്കും. ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, ശാശ്വതം കാലാകാലം നരകത്തിൽ തന്നെ ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് നിലകൊള്ളും. ആരുടെ കാര്യം പറയുന്നത്? മുഅ്മിനായ മനുഷ്യന്റെ കാര്യം പറയുന്നത്. ആത്മഹത്യ ചെയ്താൽ അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. സ്വഹീഹായ ഹദീസാണ്. ഈ ഹദീസിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. മനസ്സിലായിക്കോ? കാലാകാലം, ഇതിന് അപ്പുറത്തേക്ക് ഒരു കാലം ഉണ്ടോ? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇല്ല, കാലാകാലം. ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, നബി തങ്ങളുടെ വാക്കാണ്. ശാശ്വതമായിട്ട് ആ ഒരു ശിക്ഷയായിരിക്കും. അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ. വമൻ തഹസ്സാസുമാ, ആരെങ്കിലും വിഷമടിച്ചുകൊണ്ട് ചത്തുപോയാൽ ഫതഹസ്സാഹു ഫീ യദിഹി, അവന്റെ കൈകളിൽ അല്ലാഹു വിഷം കൊടുത്തുകൊണ്ട് അവനെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിൽ നാളെ ജനകോടികൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് അവനെ അല്ലാഹു ശിക്ഷിക്കുക. അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ആ നരകത്തിൽ വെച്ചുകൊണ്ട് അവൻ ഈ വിഷമടിക്കുകയാണ്. ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ ഫഹുവ ഫിന്നാർ, കാലാകാലം നരകത്തിലാണ് അവൻ ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് നിലകൊള്ളുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മാറ്റമില്ല, ഒരു മാറ്റവും ഇല്ല. ഇങ്ങനെ ഏതും കയറി കെട്ടി തൂങ്ങിയോ, നാളെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ബാ കയറി കെട്ടി തൂങ്ങാണ് നല്ല റാഹത്തായിട്ട് കാലാകാലം. അതുകൊണ്ട് സൂക്ഷിച്ചോ. അള്ളാഹു നൽകിയിരിക്കുന്നതാകുന്ന ഈമാനെന്ന പവറിനെ നിങ്ങളായിട്ട് അണച്ചു കളയരുത്. നമുക്കൊരു ഈമാൻ അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ ഈമാൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ മജ്‌ലിസിൽ ഇത്രയും നേരം ഇവിടെ ഇരിക്കുന്നത്. ആ ഈമാൻ എന്ന പവറിനെ നിങ്ങളായിട്ട് അണച്ചു കളയാൻ പാടില്ല, ഒരിക്കലും അണയ്ക്കാൻ പാടില്ല. അത് അണച്ചു കളയാൻ എന്തിലൂടെ? ആത്മഹത്യയിലൂടെ. നിങ്ങളായിട്ടത് നശിപ്പിക്കാൻ അവിശ്വാസിയായി മരണപ്പെടുവാൻ അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈമാൻ നഷ്ടപ്പെട്ടു പോവാൻ, അതുകൊണ്ടാണല്ലോ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. ഈ ഈമാൻ എന്ന പവർ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ അമലാണ് ഏത്? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, അവിടുത്തെ പ്രകീർത്തനം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. സ്വലാത്ത് അധികരിപ്പിക്കുക. من علم مولد النبي صلى الله عليه وسلم فقد فاز بالإيمان. سيدنا الإمام جنيد البغدادي رضي الله عنه, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വാക്കാൻ, ആരെങ്കിലും തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ പ്രവാചകൻ്റെതാകുന്ന മൗലിദ് പാരായണം ശക്തിപ്പെടുത്തിക്കൊണ്ട് നടന്നാൽ, പ്രവാചകനെ പ്രകീർത്തിച്ചുകൊണ്ട് നടന്നാൽ,
സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നടന്നാൽ, പ്രവാചകന്റെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നടന്നാൽ, ഫഖദ് ഫാസ ബിൽ ഈമാൻ, അവൻ ഈമാൻ കൊണ്ട് വിജയിച്ചവനാണ്. ഈമാൻ ഒരിക്കലും അവന് കൈമോശം വരൂല. പറഞ്ഞാൽ ആഖിബത്ത് നന്നാവും. നമ്മളെപ്പോഴും പറയൂലേ, ഉസ്താദുമാരുടെ കൈക്ക് പിടിച്ചിട്ട് എന്താ പറയാ, എൻ്റെ ആഖിബത്ത് നന്നാകണം, അതിനുവേണ്ടി ഉസ്താദ് വാരക്കണം. എവിടെ സദക്ക കൊടുത്താലും സാധാരണക്കാർ പറയുന്നൊരു വാക്കാണ്, വേറെ ഒന്നും അറിയില്ലേലും പൂർവ്വസൂരികളിൽ നിന്ന് കേട്ടുപഠിച്ചിട്ടുള്ളതാകുന്നൊരു പാഠമാണത്. ആഖിബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ത്യം നന്നാവുക. ആ അന്ത്യം കയറി കുരുക്കിയാൽ, ആ അന്ത്യം വിഷമടിച്ചാൽ, ആ അന്ത്യം തോറ്റുപോയതിന്റെ പേരിലോ, ചെറിയൊരു വിഷമം ജീവിതത്തിൽ ഉണ്ടായതിന്റെ പേരിലോ, ഇനി വലിയ വിഷമമായിക്കോട്ടെ, ആ വിഷമം മറ്റുള്ളതാകുന്ന വ്യക്തികളോട് പങ്കുവെച്ചാൽ തീരുന്നതേയുള്ളൂ. സങ്കടങ്ങൾ പറഞ്ഞാൽ തീരുന്നതേയുള്ളൂ. എത്രയോ ആളുകൾ, എത്രയോ സഹോദര സഹോദരിമാർ അവരുടെ സങ്കടങ്ങൾ പങ്കുവെക്കുന്നുണ്ട്, ഉസ്താദുമാരോട് പങ്കുവെക്കുന്നുണ്ട്. എത്രയോ ആളുകൾ നമ്മുടെ മജ്‌ലിസിൽ നിലകൊള്ളുന്ന സഹോദരിമാർക്ക് മുഴുവനും കണ്ണീരാണ്. ഭർത്താവ് കള്ളും കഞ്ചാവുമാണ്, എപ്പോഴും ഇടിയും തൊഴിയാണ്, ചെലവിന് തരുന്നില്ല, കറക്റ്റല്ല, ജീവിതം വളരെ പ്രശ്നമാണ്. അവർക്കൊക്കെ പ്രത്യേകമായി വിക്റുകളും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അത് ചെല്ലി കറക്റ്റായി പോയതിന്റെ പേരിൽ എത്രയോ കുടുംബങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലൊന്നും അമലില്ല, അത് മനസ്സിലാക്കണം. നമ്മൾ നമസ്കാരം തന്നെ വളരെ പിറകോട്ടാണ്. ആലിമീങ്ങളുടെ കാര്യമോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇബാദത്ത് എടുക്കുന്നതാകുന്ന ഉമറാക്കളുടെ കാര്യമല്ല ഈ പറയുന്നത്. പൊതുവെ സാധാരണക്കാരുടെ ഒരു ശൈലിയാണ് ഈ പറഞ്ഞത്. നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ പോലും ഏറ്റവും ലാസ്റ്റേ ഉള്ളൂ നിസ്കരിക്കാൻ തന്നെ വരുള്ളൂ. ആദ്യ വക്കത്തിൽ പള്ളിയുടെ മുന്നിലുണ്ടെങ്കിൽ പോലും ഇഖാമത്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് മൂത്രപ്പുരയിൽ കയറിയിരുന്ന് സിഗരറ്റും വലിച്ചുകൊണ്ടിരിക്കുക. അയമാൻ നേരത്തെ കയറി വരത്തില്ല. 2 റക്അത്ത് നിസ്കരിക്കാമല്ലോ, പള്ളി കയറൂല. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുണ്ട് തഹിയ്യത്ത് നിസ്കരിക്കാൻ കയറിക്കൂല. ബാങ്ക് വിളിച്ചിട്ടുണ്ട് 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാൻ കയറൂല. ഇഅ്തികാഫിനെ നിയ്യത്ത് വെച്ച് കൂലി കിട്ടും, അതും വേണ്ട, വെളിയിൽ തന്നെ ഇരിക്കാൻ. ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഇവരൊരു മൂത്രപ്പുരയിട്ടൊരു പോക്ക്, എന്നിട്ട് അവിടെ കയറി 2 സിഗരറ്റൊക്കെ വലിച്ചിട്ട് സമയമെല്ലാം കളഞ്ഞിട്ട് പിന്നെ വരുന്നു. ഇമാം അത്തഹിയ്യാത്തിൽ അവസാനത്തെ അത്തഹിയ്യാത്തിലിരിക്കുമ്പോൾ ഇമാമിനോടൊപ്പം വന്ന് നിസ്കാരത്തിൽ വന്ന് കൂടുകയാണ്. അവനെങ്ങനെയാണ് പരിശുദ്ധ പ്രവാചകനോടുള്ള മഹബത്താകുന്നത്? പിന്നെ എങ്ങനെ നമ്മുടെ മക്കൾ നന്നാവും? നമ്മളെ കണ്ടുകൊണ്ടല്ലേ നമ്മുടെ മക്കൾ പഠിക്കുന്നത്. ഒന്നുമില്ലേലും നമ്മുടെ ജീവിതത്തിൽ ആ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അവ്വൽ വഖത്തിൽ നമസ്കാരം വേണം. അതിന് നമ്മുടെ പ്രവാചകരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കുള്ള മഹബത്ത് കൊടുക്കണം. പ്രവാചകരുടെ മഹബത്ത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം.